നടൻ ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടി ഹൻസിബ ഹസൻ രംഗത്ത്. മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ AMMA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് താൻ രാജിവെക്കാൻ പ്രധാന കാരണം ടിനി ടോം ആണെന്ന് ഹൻസിബയുടെ വെളിപ്പെടുത്തൽ. തനിക്കെതിരെ നടൻ നിരന്തരമായി അപവാദം പ്രചരിപ്പിക്കുന്നുവെന്നും താൻ ആരോട് സംസാരിച്ചാലും അവരെ ചേർത്ത് അവിഹിത കഥകൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്നും ഹൻസിബ ആരോപിച്ചു. തന്നെ ഒരു മത തീവ്രവാദിയാക്കാനും ആളുകളെ മതം മാറ്റാൻ ശ്രമിക്കുന്നവളായി ചിത്രീകരിക്കാനും നിരന്തര ശ്രമം നടന്നതായും നടി വെളിപ്പെടുത്തി. ഇത്തരം പ്രചാരണങ്ങൾ മൂലം താൻ മാനസികമായി ആകെ തകർന്നുവെന്നും സിനിമയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന ഭയം മൂലമാണ് ഇത്രയും കാലം പ്രതികരിക്കാതിരുന്നതെന്നും ഹൻസിബ കൂട്ടിച്ചേർത്തു. തനിക്ക് പുറമെ നീന കുറുപ്പ് ഉൾപ്പെടെയുള്ള മറ്റു നടിമാർക്കും ടിനി ടോമിന്റെ ഭാഗത്തു നിന്ന് സമാനമായ അപവാദ പ്രചാരണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും നടി വ്യക്തമാക്കി. ടിനിക്കെതിരെ നിലവിൽ നിയമ നടപടികളെ കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും എന്നാൽ സംഘടനയിൽ നിന്നുള്ള തന്റെ രാജിയുടെ യഥാർത്ഥ കാരണം പൊതുജനങ്ങൾ അറിയണമെന്നതിനാലാണ് ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ നടത്തുന്നതെന്നും ഹൻസിബ വ്യക്തമാക്കി. തമിഴ് സിനിമാ ലോകത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷനുമായി സൂര്യ RJ ബാലാജി ചിത്രം കറുപ്പ് ചരിത്രം കുറിച്ചു. ഈ വർഷത്തെ ഏറ്റവും വലിയ തമിഴ് ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയ ചിത്രം ലോകവ്യാപകമായി 200 കോടിയിലധികം രൂപയാണ് ഇതിനകം വാരിക്കൂട്ടിയത്. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രം കേരളത്തിലും തരംഗം സൃഷ്ടിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സൂര്യ ചിത്രത്തിന് കേരളത്തിൽ ഇത്രയധികം വരവേൽപ്പ് ലഭിക്കുന്നതെന്ന സവിശേഷതയോടെ കഴിഞ്ഞ ദിവസം വരെ 10 കോടിയിലധികം രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം ഗ്രോസ് കളക്ഷനായി നേടിയത്. മാസും ആക്ഷനും ഒത്തിണങ്ങിയ മികച്ചൊരു എന്റർടൈനറായി RJ ബാലാജി ഒരുക്കിയ ചിത്രം പ്രേക്ഷകർക്ക് തിയേറ്ററുകളിൽ വലിയൊരു ആഘോഷാനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. മുൻപ് ചെയ്ത വേഷങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഗെറ്റപ്പിലും മേക്ക് ഓവറിലുമാണ് ഇരുവരും കറുപ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. വൈറൽ ഹിറ്റുകളിലൂടെ ശ്രദ്ധേയനായ യുവ സംഗീത സംവിധായകൻ സായ് അഭ്യങ്കറാണ് ചിത്രത്തിന് ഈണമിട്ടിരിക്കുന്നത്. ഇന്ദ്രൻസ്, നാട്ടി, സ്വാസിക, അനഘ മായാരവി, ശിവദ, സുപ്രീത് റെഡ്ഡി തുടങ്ങിയ വൻ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. കാൻ ചലച്ചിത്രമേളയിൽ ഇത്തവണ പങ്കെടുക്കില്ലെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് സമാപന ദിവസം ആരാധകർക്ക് ആവേശം പകർന്ന ഐശ്വര്യ റായ് ബച്ചൻ റെഡ് കാർപ്പറ്റിലെത്തി. മകൾ ആരാധ്യയ്ക്കൊപ്പമാണ് ഐശ്വര്യ ഫ്രാൻസിലെത്തിയത്. വിമാനമിറങ്ങിയ ഉടൻ തന്നെ നടിയുടെ എയർപോർട്ട് ലുക്ക് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറി. കറുത്ത ബട്ടൺ ബ്ലേസറും മാച്ചിങ് ഓഫീസ് പാൻസും കവറും ധരിച്ചായിരുന്നു നടിയെത്തിയത്. ഇതിനൊപ്പം സിഗ്നേച്ചർ ബ്ലാക്ക് ഹീൽ ബൂട്ടുകളും ബ്രൗൺ ഹാൻഡിലുള്ള കറുത്ത ബാഗും ചേർന്നപ്പോൾ എയർപോർട്ട് ലുക്ക് കൂടുതൽ മനോഹരമായി. പ്രശസ്ത ഫാഷൻ ഡിസൈനർ അമിത് അഗർവാൾ രൂപകൽപ്പന ചെയ്ത ലുമിനാറ എന്ന ഔട്ട്ഫിറ്റിലാണ് ഐശ്വര്യ റെഡ് കാർപ്പറ്റിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒരു മത്സ്യകന്യകയെ ഓർമ്മിപ്പിക്കുന്ന സഫയർ ബ്ലൂ ഗൗൺ നടിയുടെ രൂപഭംഗിക്ക് തികച്ചും അനുയോജ്യമായിരുന്നു. ലൂസ് കേൾ ഹെയർ സ്റ്റൈലും കൈകളിലൂടെ ഒഴുകിയിറങ്ങുന്ന സുതാര്യമായ കടും നീല ഡ്രേപ്പും ഈ ലുക്കിന് കൂടുതൽ ചാരുത നൽകി. ഗൗണിലുടനീളമുള്ള ലീനിയർ ഡിസൈനുകൾ ക്യാമറ ഫ്ലാഷുകൾക്ക് മുന്നിൽ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ സൃഷ്ടിച്ച് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. അമിത് അഗർവാളിന്റെ സിഗ്നേച്ചർ ശൈലിയായ ക്രിസ്റ്റൽ വെയിൻ എംബ്രോയിഡറി വർക്ക് 1500 മണിക്കൂറിലധികം നീണ്ട ഹാൻഡ് വർക്കിലൂടെയാണ് പൂർത്തിയാക്കിയത്. മുൻകാലങ്ങളിലെ ആഡംബര ലുക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വളരെ ലളിതമായ മേക്കപ്പാണ് നടി തിരഞ്ഞെടുത്തത്. ആഭരണമായി സ്കൾപ്ചറൽ ഡയമണ്ട് സഫയർ കോളർ നെക്ലസ് മാത്രമാണ് താരമൊപ്പം ധരിച്ചിരുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കാൻ മേളയിലെ ഏറ്റവും പ്രശസ്തമായ ഇന്ത്യൻ മുഖമാണ് ഐശ്വര്യ റായ്. 2002 ദേവദാസ് സിനിമയുടെ പ്രീമിയറിലൂടെയാണ് നടി കാനിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. 2003 മുതൽ ലോറിയൽ പാരിസിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ മേളയിലെ സജീവ സാന്നിധ്യമാണ്. ഇത്തവണ സമാപന ദിവസം റെഡ് കാർപ്പറ്റ് ചടങ്ങിന് ശേഷം പാം ഡിയോറിന്റെ മത്സര രംഗത്തുള്ള മോണിക്ക ബലൂച്ചി ചിത്രം ദി ബർത്ത്ഡേ പാർട്ടിയുടെ സ്ക്രീനിങ്ങിലും ഐശ്വര്യ പങ്കെടുത്തു.